ഹലോ സ്റ്റുഡൻസ്, +1 കൊമേഴ്സിലെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് നമുക്ക് അക്കൗണ്ടൻസി ആണെന്ന് അറിയാം. അപ്പോൾ അക്കൗണ്ടൻസി സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു മൂന്നാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ കാൽക്കുലേഷൻ ഒക്കെ വരാൻ പോവുകയാണ്, അക്കൗണ്ട്സ് ഒക്കെ വരയ്ക്കാൻ പോവുകയാണ്. ഈ സമയത്ത് തീർച്ചയായും ക്ലാസ് റൂമിൻ്റെ അകത്ത് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിലവിലെ ഇപ്പോൾ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് കാൽക്കുലേറ്റർ വേണം. നമുക്കറിയാം പല ടൈപ്പ് കാൽക്കുലേറ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏത് വാങ്ങണം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നമുക്ക് കുറേ സ്വിച്ചസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കാൽക്കുലേഷൻ നടത്താൻ പറ്റുന്നതാണ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ. അതിൻ്റെ പർപ്പസ് വേറെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക അക്കൗണ്ടൻസിക്കാർ? അതിൽ വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾ ഏത് ഓപ്ഷനാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കൊമേഴ്സ് വിത്ത് മാത്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അതായത് കൊമേഴ്സിൻ്റെ കൂടെ മാത്സ് നിങ്ങളൊരു ഓപ്ഷണൽ പേപ്പർ എടുത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായും സയൻറ്റിഫിക് കാൽക്കുലേറ്ററാണ് യൂസ് ചെയ്യേണ്ടത്. ദ സെയിം സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യാം? അക്കൗണ്ടൻസിക്കകത്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സാം ഹാളിലും ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഇനി മറ്റല്ല, നിങ്ങൾ നേരെ തിരിച്ച് മറ്റു ഓപ്ഷനുള്ള കുട്ടികളാണ്, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിക്കോട്ടെ, ഈ കുട്ടികളാണെങ്കിൽ നമുക്ക് നോർമൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. കാരണം അവിടെ നോർമൽ കാൽക്കുലേഷൻ മാത്രമേ അക്കൗണ്ടൻസി നമുക്ക് ചെയ്യാനുള്ളൂ. ആഡ്, ലെസ്, ഇത്തരത്തിലുള്ള ബേസിക് കാൽക്കുലേഷൻ മാത്രമേ ചെയ്യണം. അതുകൊണ്ട് കാൽക്കുലേറ്റർ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് സയൻറ്റിഫിക് വേണോ നോർമൽ വേണോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസിയുടെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ 3rd ചാപ്റ്റർ മുതൽ നിരന്തരമായിട്ട് നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാണ്ടാവും. അതുകൊണ്ട് എന്തായാലും ക്ലാസ് റൂമിൻ്റെ അകത്ത് നോട്ട്ബുക്കിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ എപ്പോഴും കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കണം. ഒരു ബെഞ്ചിൽ ഒരു കാൽക്കുലേറ്റർ എന്നുള്ള രീതിയൊന്നുമല്ല, ഓരോരുത്തരുടെ കയ്യിലും കാൽക്കുലേറ്റർ വെച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമല്ല, അടുത്തുള്ള ആൾ ചെയ്തിട്ട് ഇത് വാങ്ങിയിട്ട് എനിക്ക് ചെയ്യാം എന്നുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. കൂടാതെ ഈ സെയിം കാൽക്കുലേറ്റർ തന്നെയായിരിക്കും നിങ്ങൾ എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ടത്. കാരണം നമുക്ക് തൽക്കാലം ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്യുകയും എക്സാം ഹാളിലേക്ക് വലിയ കാൽക്കുലേറ്റർ, നല്ലൊരു കാൽക്കുലേറ്റർ വാങ്ങുകയും ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് റോങ് ഡിസിഷനാണ്. കാരണം നമ്മൾ ഏത് കാൽക്കുലേറ്ററാണോ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ് റൂമിൽ, അത് തന്നെയായിരിക്കും നിങ്ങൾ എക്സാം ഹാളിൽ കൊണ്ടുപോകുന്നത്. കാരണം നമ്മളെ ഫിംഗേഴ്സിനൊക്കെ ഈ സ്വിച്ചസ് ഒക്കെ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അതുകൊണ്ട് സെയിം കാൽക്കുലേറ്റർ തന്നെ എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടിപൊളിയായിരിക്കുക. ഇനി 3rd ചാപ്റ്റർ മുതലാണ് നമുക്ക് കാൽക്കുലേറ്റർ വേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ല അടിപൊളി കാൽക്കുലേറ്റർ വാങ്ങിയിട്ട് നമുക്ക് ഈസി ആയിട്ട് അക്കൗണ്ട്സ് പഠിച്ചോളാം.